Hi all, this is Meera. Welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC ഇലക്ട്രോണിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the output of a particular op-amp increases 8 volt in 12 microsecond. The slew rate is option A 90 volt per microsecond, option B 0.67 volt per microsecond, option C 1.5 volt per microsecond, option D none of these. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒരു ഓപ്പ് ആമ്പിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 8 വോൾട്ടായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ഇൻ 12 മൈക്രോസെക്കൻഡ് ടൈമും തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ് റേറ്റ് ആണ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ആയി. അപ്പോൾ ഇതെന്താണ് നമുക്ക് നോക്കാം. പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഈ സ്ലീവ് റേറ്റിൻ്റെ ആ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ക്വസ്റ്റിനെ തന്നിരിക്കുന്നത് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് 8 വോൾട്ടായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പം ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ് ഇവിടെ തന്നിരിക്കുന്ന 8 വോൾട്ട്. ഇനി അതിൻ്റെ ടൈം എത്രയാണ് തന്നിരിക്കുന്നത്, 12 മൈക്രോസെക്കൻഡ്. ഇത് ചെയ്താൽ മതി, ഇതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ നമുക്കറിയാം 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 4 × 2 8 4 × 3 12 വന്നു. അതായത് 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യും, 0 വന്നു, 6 × 3 18 വന്നു, വീണ്ടും 2 വന്നു, 0 വന്നു, ഇവിടെ വീണ്ടും 6 വന്നു, ഈ രീതിയിൽ പോകും. അതായത് 0.666 എന്നുള്ളത് എങ്ങനെ 0.67 എടുക്കാമല്ലോ. യൂണിറ്റ് എന്ത് വരും, ഇവിടെ വോൾട്ട് ആയിരുന്നു, ഈ വര ഇട്ടു, മൈക്രോ സെക്കൻഡ് ആണ് ഇവിടെ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. അപ്പം സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഇവിടെ എത്രയാണ്, 0.67. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നമുക്ക് ഈ സ്ലീവ് റേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന 2 വേവ് ഫോംസ് ഉണ്ട്. ഇത് ആ ഓപ്പറേഷൻ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വേവ് ഫോമും ഇതതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമും. അപ്പോൾ ഐഡിയലി നമ്മളൊരു സ്കോർ വേവ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി ലഭിക്കുന്ന ഒരു ഔട്ട്പുട്ട് വേവ് ഫോമാണിത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിപ്പം 0 വോൾട്ടിൽ നിന്ന് 5 വോൾട്ടിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ 0 വോൾട്ടിൽ നിന്ന് 5 വോൾട്ടിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ചെറിയ ടൈം ഡിഫറൻസ് ഇല്ലേ. അതായത് ഇവിടെ ഈ ഒരു ടൈമിലാണെന്ന് പറയാം ഇത് 5 വോൾട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈമിനെയാണ്, ഇവിടെ ഇത് വോൾട്ടേജിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വോൾട്ടേജിനെ കാണിക്കുന്നു, ഇങ്ങോട്ട് ടൈമിനെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഇത് 0ൽ നിന്ന് 5 വോൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ സ്ലീവ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇപ്പോൾ ഇത് 0 to 5 വോൾട്ട് എന്നുള്ളത് ഞാൻ 8 വോൾട്ട് എന്ന് എടുക്കുകയാണ്. 8 വോൾട്ട് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ തന്നെ 8 വോൾട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഡിഫറൻസ് 0ൽ നിന്ന് 8 വോൾട്ടിലേക്കാണിത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ടൈം എന്താണ്, ടൈം ഡിഫറൻസ് എന്താണ്, 12 മൈക്രോ സെക്കൻഡ്. ഇത് 12 മൈക്രോ സെക്കൻഡിൽ 8 വോൾട്ടിലേക്ക് ഇൻക്രീസ് ആയെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് റേറ്റ് എങ്ങനെ കണ്ടെത്തി, 8 വോൾട്ട് ബൈ 12 മൈക്രോ സെക്കൻഡ്. നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 0.67 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഇതിൻ്റെ മീനിങ് എന്താണ്, അതായത് 1 മൈക്രോ സെക്കൻഡിൽ 0.67 വോൾട്ടായിട്ട് ഇത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 1 മൈക്രോ സെക്കൻഡിൽ 0.67 വോൾട്ട് ഇൻക്രീസ് ചെയ്തു. അടുത്ത മൈക്രോ സെക്കൻഡിൽ 0.67 വോൾട്ട് ഇൻക്രീസ് ചെയ്തു. ഇതേ രീതിയിൽ 12 മൈക്രോ സെക്കൻഡിൽ ഇത് 8 വോൾട്ടായി. അപ്പോൾ ഇതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഇവിടെ നമുക്ക് ടൈമും തന്നിട്ടുണ്ടെങ്കിൽ സ്ലീവ് റേറ്റ് കണ്ടെത്തുന്നത് ഈ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ മതി. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ലൈൻ്റെ സ്ലോപ്പ് ആണെന്ന് പറയാം സ്ലീവ് റേറ്റ്, അല്ലെങ്കിൽ ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് പെർ യൂണിറ്റ് ടൈം ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു ഓപ്പാമ്പിൻ്റെ കേസിൽ 1 മൈക്രോ സെക്കൻഡിൽ 0.67 വോൾട്ട് വെച്ച് ഇത് ഇൻക്രീസ് ചെയ്യുന്നു. ഇതേ രീതിയിൽ 12 മൈക്രോ സെക്കൻഡിൽ 8 വോൾട്ടായിട്ട് മാറുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The ripple factor of a full wave rectifier circuit compared to that of a half wave rectifier circuit without filter is option A half of that for a half wave rectifier, option B less than half that for a half wave rectifier, option C equal to that of a half wave rectifier, option D none of the above. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്തൗട്ട് ഫിൽട്ടർ സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെയും ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെയും റിപ്പിൾ ഫാക്ടറിൻ്റെ കമ്പാരിസൺ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനെ പറഞ്ഞിരിക്കുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറിൻ്റെ ഹാഫ് ആണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെതെന്ന്. സെക്കൻഡ് ഓപ്ഷനെ പറഞ്ഞിരിക്കുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറിൻ്റെ ഹാഫിനേക്കാളും അതിൻ്റെ പകുതിയേക്കാളും കുറവാണെന്ന്, ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ആണെന്ന്. അതായത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടറിനോട് ഈക്വൽ ആണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ വാല്യൂ എന്ന്. നൺ ഓഫ് ദി എബോവ് ആണ് ഓപ്ഷൻ ഡി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുൾ വേവ് റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പാരാമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. പാരാമീറ്റർ റിപ്പിൾ ഫാക്ടർ. എന്താണ് ഈ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് റിപ്പിൾ പ്രസന്റ് ഇൻ ഔട്ട്പുട്ട് ഡി സി സിഗ്നൽ. അതായത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ എ സി സിഗ്നലിനെ ഡി സി ആക്കി മാറ്റി. പക്ഷെ നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി ആണ് ലഭിക്കുക. അതിനകത്ത് എ സി കമ്പോണൻസും ഉണ്ട്, ഡി സി കമ്പോണൻസും ഉണ്ട്. ഇതിലെ ഈ റിപ്പിൾ എന്ന് പറഞ്ഞാൽ ആ എ സി കമ്പോണന്റ് വാല്യൂ ആണ്, അതിന്റെ എമൗണ്ട് ആണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുക. മാത്തമാറ്റിക്കലി ഇത് കാണാൻ വേണ്ടി RMS വാല്യൂ ഓഫ് എ സി കമ്പോണന്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഡി സി വോൾട്ടേജ് ചെയ്യുന്നു. അതായത് VAC RMS, ഈ എ സി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിച്ചിരിക്കുന്ന റിപ്പിളിന്റെ RMS വാല്യൂ ആണ്, ഡിവൈഡഡ് ബൈ VDC. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലഭിക്കുക 0.48 അല്ലെങ്കിൽ 48%. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പെർസെൻറ്റേജ് കിട്ടാൻ. അപ്പം ഇവിടെ ഫുൾ വെയർ റെക്ടിഫയറിന്റെ കേസിൽ റിപ്പിൾ ഫാക്ടർ വാല്യൂ 0.48 ആണ് അല്ലെങ്കിൽ 48% ആണ്. ഹാഫ് വെയർ റെക്ടിഫയറിന്റെ കേസിൽ അത് 121% ആയിരുന്നു, അതായത് 1.21 ആയിരുന്നു. അപ്പൊ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് എ സി ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോമിൽ വരുന്ന അതിൽ എ സി കമ്പോണൻസിന്റെ വാല്യൂ ആണ്. റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂ കൂടിയിരുന്നാൽ അതൊരു ഗുഡ് റെക്ടിഫയർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഈ എ സി കമ്പോണൻസ് കുറച്ച് ഡി സി ആക്കി മാറ്റുക എന്നുള്ളതാണ് റെക്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രണ്ട് വാല്യൂം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറിയാം ഹാഫ് വെയർ റെക്ടിഫയറിനേക്കാൾ ഒരു നല്ല ഗുഡ് റെക്ടിഫയർ ഏതാണ്? ഫുൾ വെയർ റെക്ടിഫയർ ആണ്. കാരണം അതിന്റെ റിപ്പിൾ ഫാക്ടർ വാല്യൂ അതിലെ എ സി കമ്പോണന്റ് വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ ഒരു ഹാഫ് വെയർ റെക്ടിഫയറിന്റെ കേസിൽ റിപ്പിൾ ഫാക്ടർ വാല്യൂ എന്ന് പറയുന്നത് 1.21 ആണ്. ഒരു ഫുൾ വെയർ റെക്ടിഫയറിന്റെ കേസിൽ 0.48 ആണ്. ഇപ്പം ഇവിടുത്തെ 121 ഈ പോയിന്റ് മാറ്റി നോക്കുകയാണെങ്കിൽ 121ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് 60-ൽ കൂടുതൽ വരും. അപ്പം ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ 0.60 വരും. അപ്പം ഹാഫ് വെയർ റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.60 സംതിങ് വരും. അതിനേക്കാളും കുറവല്ലേ ഈ ഫുൾ വെയർ റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ലെസ് ദാൻ ഹാഫ് ഓഫ് ദാറ്റ് ഫോർ എ ഹാഫ് വെയർ റെക്ടിഫയർ. ഹാഫ് വെയർ റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടറിന്റെ അതിനേക്കാളും ചെറുതാണ് ഫുൾ വെയർ റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ വാല്യൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ. വിത്ത് 0 volts on both inputs an op-amp ideally should have an output. Option A equal to the positive supply voltage, option B equal to the negative supply voltage, option C equal to 0, option D equal to CMRR. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ രണ്ട് ഇൻപുട്സിലും 0 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐഡിയലി അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ്. ഓപ്ഷൻ എ പറഞ്ഞിരുന്ന പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജിനോട് ഈക്വൽ ആയിരിക്കും, നെഗറ്റീവ് സപ്ലൈ വോൾട്ടേജിനോട് ഈക്വൽ ആയിരിക്കുന്ന ഓപ്ഷൻ ബി പറയുന്നു, ഈക്വൽ ടു 0 ആയിരിക്കുന്നു സി പറയുന്നു, ഈക്വൽ ടു കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആയിരിക്കുന്നു ഓപ്ഷൻ ഡി പറയുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ രണ്ട് ഇൻപുട്സിലും 0 വോൾട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഓപ്പാമ്പ് രണ്ട് ഇൻപുട്സ് ആണുള്ളത്, V1 ആൻഡ് V2. പോസിറ്റീവ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണിത്, നെഗറ്റീവ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. പോസിറ്റീവ് വോൾട്ടേജ് സപ്ലൈ, നെഗറ്റീവ് വോൾട്ടേജ് സപ്ലൈ, വി ഔട്ട്. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഐഡിയൽ ഓപ്പാമ്പ് എന്ന് പറയുന്നത് A ഇൻറ്റു V1 മൈനസ് V2 എന്ന് പറയാം. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് V1 മൈനസ് V2. എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫീഡ്ബാക്ക് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണോ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഓപ്പാമ്പ് എന്ന് പറയാൻ പറ്റും. അതാണ് എ. അതായത് നമ്മളിവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പം ഇതിവിടെ ആംപ്ലിഫൈ ചെയ്യുന്നു. എത്രയാണ് ഇതിൻ്റെ ഗെയിനെ ബേസ് ചെയ്ത് ഗെയിൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വി ഔട്ട് ആണ് ചോദിച്ചത്. ഐഡിയലി വി ഔട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? രണ്ട് ഇൻപുട്സും 0 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടുത്തെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് എ ആണെന്ന് വിചാരിക്കുക. V1 0 വോൾട്ട് ആണ്, V2 0 വോൾട്ട് ആണ്. 0 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ A ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0. അപ്പോൾ ഐഡിയലി വി ഔട്ട് എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ എന്തായിരിക്കണം? 0 വോൾട്ട് ആയിരിക്കും ഐഡിയലി നമുക്ക് കിട്ടേണ്ട ആൻസർ. ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് വരും? ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ രണ്ട് ഇൻപുട്സും 0 വോൾട്ട് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഐഡിയലി ഈക്വൽ ടു 0 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. Fourth question. Select the statement that best describes read-only memory. Wrong. Option A non-volatile, used to store information that changes during the system operation. Option B non-volatile, used to store information that does not change during system operation. Option C volatile, used to store information that changes during system operation. Option D volatile, used to store information that does not change during system operation. അപ്പോൾ ഇവിടെ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോമിൻ്റെ കേസാണ് പറയുന്നത്. ഫസ്റ്റ് വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ? റീഡ് ഓൺലി മെമ്മറി നോൺ വോളറ്റൈൽ ആണ്. അപ്പം വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ നമ്മൾ പവർ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഡേറ്റ ഇവിടെ നിന്ന് നഷ്ടപ്പെടും. അതാണ് വോളറ്റൈൽ മെമ്മറി. അപ്പം നോൺ വോളറ്റൈലിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റ പവർ ഓഫ് ആയാലും ഇവിടെ റീറ്റെയിൻ ചെയ്യും.
അപ്പോൾ ആ രീതിയിൽ ആ നോൺ വോളറ്റൈൽ മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം എന്ന് പറയുന്നത്. അതായത് പെർമനൻ്റ്ലി സ്റ്റോർസ് ഡേറ്റ ഓൺ PC ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ പെർമനൻ്റ്ലി അത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, പവർ ഓഫ് ചെയ്താലൊന്നും അത് നഷ്ടപ്പെടത്തില്ല. ഇനി ഡേറ്റ സ്റ്റോർഡ് ഇൻ റോം കെ നോട്ട് ബി ഇലക്ട്രോണിക്കലി മോഡിഫൈഡ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ റോമിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ നമുക്ക് ഇലക്ട്രോണിക്കലി ആ ഒരു മെമ്മറി ഡിവൈസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ഇലക്ട്രോണിക്കലി മോഡിഫൈ ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ബൂട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പ്രോസസ്സാണെന്ന് പറയാം ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്താണ്, റീഡ് ഓൺലി മെമ്മറിയിലാണെന്ന് പറയാം. അപ്പോൾ ആ റീഡ് ഓൺലി മെമ്മറി എന്നുള്ള ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഓപ്ഷൻസ് ഒന്ന് നോക്കുക. അപ്പോൾ വോളറ്റൈൽ, നോൺ വോളറ്റൈലാണ്. അപ്പോൾ ഓപ്ഷൻ A ഓർ B ആണ്. യൂസ് ടു സ്റ്റോർ ഇൻഫർമേഷൻ ദാറ്റ് ചേഞ്ചസ് ഡ്യൂറിങ് ദ സിസ്റ്റം ഓപ്പറേഷൻ. അതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല റീഡ് ഓൺലി മെമ്മറി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ആണ് ആൻസർ. യൂസ് ടു സ്റ്റോർ ഇൻഫർമേഷൻ ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് സിസ്റ്റം ഓപ്പറേഷൻ. Fifth question. With increase in intensity of light, the resistance of a photovoltaic cell. Option A decreases, option B increases, option C remains same, option D none of this. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വോൾട്ടൈക് സെൽ. ഇപ്പോൾ ഫോട്ടോ വോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഉണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വർക്കിംഗ് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോട്ടോ വോൾട്ടൈക് സെൽ അല്ലെങ്കിൽ സോളാർ സെല്ലിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു? ഡിക്രീസസ്, ഇൻക്രീസസ്, കുറയുന്നു, കൂടുന്നു, സെയിം ആയിട്ട് തന്നെ അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു, നൺ ഓഫ് ദീസ്. ഇതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ വോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, PN ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഇതിപ്പം P റീജിയനും ഇത് N റീജിയനും ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആയിട്ടുള്ളത്, ഇവിടെ ഇലക്ട്രോൺസ് ആണ്, ഇവിടെ ന്യൂട്രലൈസ് ഡാറ്റ ആണുള്ളത്. ഇതാണ് ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ വോൾട്ടൈക് സെല്ലിൻ്റെ കേസിൽ നമുക്ക് ഫോർവേഡ് ബയസിങ്ങോ റിവേഴ്സ് ബയസിങ്ങോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇവിടെയുള്ള ഇലക്ട്രോൺസ് അതിൻ്റെ എനർജി ഗെയിൻ ചെയ്ത് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നു. ഇതുവഴി കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്ലോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വന്ന് വീഴുന്ന അനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇവിടെ കറണ്ടിന് എന്നാ സംഭവിക്കും, കറണ്ട് കൂടുതലായിട്ട് ഫ്ലോ ചെയ്യും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ കേസാണ്. അപ്പം കറണ്ടിൻ്റെ ഒപ്പോസിഷൻ അല്ലേ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് തടയുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുന്നെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, റെസിസ്റ്റൻസ് കുറയുന്നതെന്നല്ലേ എൻ്റെ മീനിങ്. അതായത് തന്നെ നമുക്കറിയാം ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റൻസുമായിട്ടെന്നറിയാം. അപ്പം കറണ്ട് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കുറയുന്നു. ഓപ്ഷൻ A ഡിക്രീസസ് ആണ് ആൻസർ. 6th question. Convert binary number to hexadecimal. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് EE2, FF2, FE, FD2. ഇതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എന്താണ്, 16. അതായത് 16 സിമ്പിൾസ് ഉണ്ട്. 0 തൊട്ട് 9 വരെ നമ്പേഴ്സ്, ബാക്കി എന്താണ് A, B, C, D, E, F വരെ. അതായത് 10 പകരം എന്താണ് A ആണ്, 11 റെപ്രസെൻ്റ് ചെയ്യുന്നത് B, 12, 13, 14, 15 വരെ. അപ്പം 0 തൊട്ട് 15 വരെ, 10 തൊട്ട് 15 വരെ എന്നുള്ളത് A, B, C, D, E, F ആണ് അതിൻ്റെ സിമ്പിൾസ് ഹെക്സാഡെസിമലിൽ. ഇതിൻ്റെ നോർമൽ മെത്തേഡ് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിന് ഈ എൻഡിൽ നിന്ന് നമ്മൾ 4 നമ്പർ വെച്ച് പെയർ ചെയ്യുന്നു. ഇനി 0010 ആണ്. അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ ആ ഒരു ബേസിക് അറിയാമെങ്കിൽ നമുക്ക് ഇപ്പോൾ 0010 എന്ന് പറയുമ്പോൾ തന്നെ ഇത് 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 111 എന്ന് പറഞ്ഞാൽ 15 ആണ്, അത് Fനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇത് Fനെയാണ്. അതായത് അതിൻ്റെ ഒരു ടേബിൾ അറിയാമെങ്കിൽ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇതെന്താണ് FF2 ടു ദ ബേസ് 16 ആണെന്ന് ഈസി ആയിട്ട് കണ്ടെത്താം. ഇതല്ലെങ്കിൽ ഇതിൻ്റെ നോർമൽ മെത്തേഡ് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഈ 4 വെച്ച് പെയർ ചെയ്തു. ഇനി ചെയ്യുന്നത് ഈ എൻഡ് തൊട്ട് 2:0, 2:1, 2:2, 2:3 കൊടുത്തു. അപ്പോൾ 2:0 എന്ന് പറഞ്ഞാൽ 1 ആണെന്നറിയാം, 2:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, 2 സ്ക്വയർ 4 ആണ്, 2 ക്യൂബ് 8 ആണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, ഈ 1 ഉള്ളത് മാത്രം നോക്കിയാൽ മതി. ഇവിടുത്തെ നമ്പർ ഇൻറ്റു 1 ചെയ്യുക, അപ്പോൾ ഇവിടെ 2 കിട്ടി. 2 × 1 2 വന്നു. ഇനി സെക്കൻഡ് കേസിൽ നോക്കുക, ഇവിടെയും നമ്മൾ എന്താണ് 2:0, 2:1, 2 സ്ക്വയർ 2 ക്യൂബ്.
ഇവിടെ എല്ലാം തന്നെ 1 ആണ്. അതുകൊണ്ട് എന്ത് വരും? ഇവിടെ 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × 1 1 വന്നു, പ്ലസ് 2⁻1 2 ആണ്. 2 × 1 2 വന്നു, പ്ലസ് ഇവിടെ 2² 4 ആണ്. 4 × 1 4 വന്നു, പ്ലസ് 2³ 8 ആണ്. 8 വന്നു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 8 10 വന്നു, 14 15 വന്നു. അപ്പോൾ 15 എന്നുള്ളത് ഹെക്സാഡെസിമലിൽ എന്താണ്? F ആണ്. ഈ 1 1 1 1 തന്നെയല്ലേ ഇവിടെയും കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 15 തന്നെ നമുക്ക് ലഭിക്കും. ഇവിടെ F വരും. അപ്പോൾ FF2 ആണ് നമ്മുടെ ഹെക്സാഡെസിമലിൽ ഈ ഒരു ബൈനറി കോഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പം കൺവേർഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 0 തൊട്ട് 15 വരെയുള്ള ബൈനറി കോഡ് അറിഞ്ഞിരുന്ന ഈസിയാണ്. അപ്പോൾ 0 നമ്മൾ എങ്ങനെയാണ്? 4 ബിറ്റിൽ 0 0 0 ഈ രീതിയിലാണ് ഡെസിമലിൽ റെപ്രസെൻറ്റ് ചെയ്യുക. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? എൻ്റെ നമ്മൾ ഇതിനോട് 1 ആഡ് ചെയ്യുന്നു. അപ്പം ബൈനറി അഡീഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 1 വന്നു, ബാക്കി എല്ലാം തന്നെ 0 വന്നു. ഇനി 2ൻ്റെ കേസിൽ വീണ്ടും നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 0 വന്നു, ക്യാരി 1 ഉണ്ട്, അതിവിടെ കൊടുത്തു 0 0. വീണ്ടും നെക്സ്റ്റ് 3 കാണാൻ വേണ്ടി 1 ആഡ് ചെയ്യുന്നു. 1 + 0 1 വന്നു, 1 1 0 0 വന്നു. നെക്സ്റ്റ് വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 1 + 1 0 വന്നു, ക്യാരി 1 ഉണ്ട്, 1 + 1 0 വന്നു, 1 വന്നു 0 കൊടുത്തു. ക്യാരിയാണ് ഇവിടെ കൊടുത്തത്. ഇനി ഇവിടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 1 വന്നു, 0 1 0 വന്നു. വീണ്ടും 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 1 + 1 0, ക്യാരി 1 1 0 വന്നു. വീണ്ടും ഇവിടെ 1 വരുമ്പോഴത്തേക്കും 1 1 1 0 വന്നു. അപ്പോൾ 0 തൊട്ട് 7 വരെ നമ്മൾ കോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി 8 വരുമ്പോഴത്തേക്ക് എന്ത് വരും? വീണ്ടും നമ്മളുള്ള 1 കൊണ്ട് ആഡ് ചെയ്യും. 1 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 + 1 0 വന്നു. ഇവിടെ ക്യാരി 1 ഉണ്ട്, 1 + 1 0 വന്നു, 1 വന്നു, 1 + 1 0 വന്നു, ഇവിടെ 1 ആണ് 1. അപ്പോൾ ഇവിടെ 8 എന്നുള്ളതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 0 0 0 ആണ്. ഇനി വീണ്ടും നമ്മൾ എന്താണ്? ഇവിടെ ഈ 1 തൊട്ടുള്ളത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 1 0 0 1 വരും. 10 വരുമ്പോഴത്തേക്കും 1 0 1 0 വരും. ഇവിടെ വീണ്ടും 1 0 1 1 വരും. ഇവിടെ 1 1 0 0 വരും. ഇവിടെ 1 1 0 1 വരും. ഇവിടെ വീണ്ടും എന്ത് വരും? അതായത് ഇവിടെ വീണ്ടും നമ്മൾ 1 കൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. 1 + 1 0 വന്നു, 1 വന്നു, 1 1 വന്നു. ഇനി വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ 1 1 1 വന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ കോഡ് ഈ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ബൈനറി കോഡ് അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്മൾ 4 വെച്ച് പെയർ ചെയ്തു. ഇനി നമ്മൾ 0 0 1 0 എന്ന് പറയുന്നത് ഏതാണ്? ഇതല്ലേ 0 0 1 0. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 കൊടുത്തു. 1 1 1 എന്ന് പറയുന്നത് എന്താണ്? 15 ആണ്, അത് F ആണ്. F കൊടുത്തു, ഇവിടെ F വന്നു. അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ടും കണ്ടെത്താം. അപ്പോൾ ഹെക്സാഡെസിമൽ ഇത് FF2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ലെവൽ ഫോർ LEDs? അപ്പം LEDസിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ലെവലിൻ്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5 to 12 millivolt, ഓപ്ഷൻ ബി 1.7 to 3.3 volt, ഓപ്ഷൻ സി 5 to 12 volt, ഓപ്ഷൻ ഡി 20 to 25 volt. അപ്പോൾ LED ആയിട്ട് റിലേറ്റഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് LED. ഓപ്ഷൻ എ ഈസ് യൂഷ്വലി മെയ്ഡ് ഫ്രം ജെർമീനിയം, ഓപ്ഷൻ ബി യൂസസ് എ റിവേഴ്സ് ബയസ് ജംഗ്ഷൻ, ഓപ്ഷൻ സി ഇറ്റ് emits light due to recombination of holes and electrons, ഓപ്ഷൻ ഡി gives light output which increases with increase in temperature. അപ്പോൾ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ആദ്യം LEDയുടെ ബേസിക് കാര്യങ്ങളൊന്ന് നോക്കാം, അതിനുശേഷം ആൻസർ കണ്ടെത്താം. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് നോക്കാം. LED ഈസ് എ PN ജംഗ്ഷൻ ഡയോഡ് ദാറ്റ് എമിറ്റ്സ് ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ്. ഓപ്ഷൻ ബി ദ പ്രോസസ് ഹാപ്പനിങ് ഹിയർ ഈസ് ഇലക്ട്രോലുമിനസെൻസ്. And third point is it only emits light when it is forward biased. Point 4 പറഞ്ഞിരിക്കുന്നത് color of light is determined by the energy gap or material of the semiconductor. ഇനി കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഗാലിയം ആർസനൈഡ് അല്ലെങ്കിൽ ഗാലിയം ഫോസ്ഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, LED എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതായത് ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. അത് ആക്ടിവേറ്റ് ആകുമ്പോൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇറ്റ് ഓൺലി എമിറ്റ്സ് ലൈറ്റ് വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്. അപ്പം ഫോർവേഡ് ബയസ് കണ്ടീഷനിലായിരിക്കുമ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആവുക, ഇത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോലുമിനസെൻസ്. അതായത് ഇവിടെ നമ്മൾ ഫോർവേഡ് ബയസിങ് ചെയ്യുന്നു, അപ്പോൾ ഇലക്ട്രോൺ ആൻഡ് ഹോൾ റീകോമ്പിനേഷൻ ആ ഡിവൈസിൽ നടക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ്റെ ഫലമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോലുമിനസെൻസ് എന്നറിയുന്നത്. അപ്പോൾ ഒരു PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ P ടൈപ്പ് ആൻഡ് N ടൈപ്പ് ഉണ്ട്. ഇവിടെ ഈ ഭാഗം P ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. ഇനി N ടൈപ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. ഇനി ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഡിപ്ലീഷൻ റീജിയനിൽ എന്താണ്? ന്യൂട്രലൈസ്ഡ് ആറ്റംസ് ആണുള്ളത്. ഇനി നമ്മളിവിടെ പറഞ്ഞു ഫോർവേഡ് ബയസിംഗ് ആണ് നമ്മൾ നടത്തുന്നതെന്ന്. ഫോർവേഡ് ബയസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത് P ടൈപ്പിലേക്കും ഈ നെഗറ്റീവ് ഓഫ് ബാറ്ററി കണക്ട് ചെയ്യുന്നത് Nയിലേക്കുമാണ്. ഇനി ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉണ്ട്.
അതായത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഒരു മിനിമം വോൾട്ടേജ് ലഭിക്കുമ്പോഴാണ് ഇവിടെ ഇത് കറണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1.7 വോൾട്ട് ടു 3.3 വോൾട്ടാണ് LEDസിൻ്റെ കേസിൽ. അപ്പോൾ ഇത് വേരി ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയലിനെ ബേസ് ചെയ്തത് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോന്നിൻ്റെ കേസിലും. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1.7 വോൾട്ട് ടു 3.3 വോൾട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഫോർവേഡ് ബയസിങ് വോൾട്ടേജ് ഈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് നടക്കും? ഇവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. അതിൻ്റെ ഫലമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് LEDയിലെ വർക്കിംഗ്. ഇതാണ് ഇലക്ട്രോലുമിനസെൻസ്. അതായത് ഫോർവേഡ് വോൾട്ടേജ് നൽകുമ്പോഴത്തേക്കും ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇലക്ട്രോലുമിനസെൻസ്. ഇനി നമ്മൾ നോക്കുക, ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡിൽ ഫോർവേഡ് ബയസിങ് നടത്തുമ്പം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ അല്ലെങ്കിൽ ജെർമീനിയം ആണ്. അപ്പോൾ സിലിക്കൺ അല്ലെങ്കിൽ ജെർമീനിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഈ എനർജി റിലീസ് ചെയ്യുന്നത് ഹീറ്റിൻ്റെ ഫോമിലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാലിയം ഫോസ്ഫൈഡിലേക്ക് ഗാലിയം ആർസനൈഡ് ചെയ്ത രീതിയിലുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിൽ. ഇനി അതെങ്ങനെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ നമുക്കറിയാം എനർജി ബാൻഡ്, അതായത് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഇവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഏതിനാണ് കൂടുതൽ? എനർജി കൂടുതൽ കണ്ടക്ഷൻ ബാൻഡിനാണ് വാലൻസ് ബാൻഡിനേക്കാൾ. അപ്പം ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലാണ്, ഹോൾസ് വാലൻസ് ബാൻഡിലാണുള്ളത്. ഇനി ഇവിടെ നടക്കുക എന്താണ്? നമ്മൾ ഫോർവേഡ് ബയസിങ് നടത്തി വോൾട്ടേജ് ഈ എനർജി ഗ്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ലഭിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് റീകോമ്പിനേഷന് വേണ്ടി ഇലക്ട്രോൺസ് ഈ വാലൻസ് ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എനർജി, ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു എനർജി റിലീസ് ചെയ്യുന്നതാണ് എന്താണ്? ലൈറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇനി നമ്മളിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, കളർ ഓഫ് ലൈറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ എനർജി ഗ്യാപ്പ് ഓർ മെറ്റീരിയൽ ഓഫ് ദ സെമി കണ്ടക്ടർ. അതായത് നമുക്കറിയാം E = hc/λ. അപ്പം ഒരു LED എന്ന് പറയുമ്പോൾ അത് നമുക്ക് പല കളറിൽ കിട്ടാം. റെഡ് കളറിൽ കിട്ടാം, ഗ്രീൻ കളറിൽ കിട്ടാം, അങ്ങനെ പല കളറിൽ ലഭിക്കാം. അപ്പോൾ ഒരു ലൈറ്റ് വേവ് എന്ന് പറയുമ്പോൾ അതിന് ഓരോ കളറിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ എനർജി എന്ന് പറയുന്നത് എന്തിനോട് ഡിപ്പെൻഡിങ് ആണ്? ഈ ലൈറ്റ് വേവിൻ്റെ വേവ് ലെങ്ത്തിനോട് ഡിപ്പെൻഡിങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇപ്പം നമുക്ക് വേണ്ട ലൈറ്റ് ഏതാണ്? ലൈറ്റ് എമിറ്റ് ഈ LED ഏത് കളറാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് നമുക്ക് ലഭിക്കണം. അപ്പം അതിനുള്ള ഒരു എനർജി ഗ്യാപ്പാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ബേസ് ചെയ്ത് ഈ എനർജി ഗ്യാപ്പിനെ ബേസ് ചെയ്താണെന്ന് പറയാൻ നമ്മുടെ ഈ ഒരു LEDയുടെ കളർ വരിക. അതാണ് ഇവിടെ പറഞ്ഞത്, കളർ ഓഫ് ലൈറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ എനർജി ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഈ ഒരു റീകോമ്പിനേഷന് വേണ്ടി വാലൻസ് ബാൻഡിലേക്ക് പോകുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കൺവേർഷൻ ഫോട്ടോണായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ അതിനെ ബേസ് ചെയ്ത് ആ എനർജിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുള്ള മെറ്റീരിയലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കളർ ഓഫ് ലൈറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ എനർജി ഗ്യാപ്പ് ഓർ മെറ്റീരിയൽ ഓഫ് ദ സെമി കണ്ടക്ടർ യൂസ്ഡ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ലെവൽ ഫോർ LEDs? അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഏതാണ് വരിക? ഓപ്ഷൻ B ആണ് വരുന്നത്, 1.7 വോൾട്ട് ടു 3.3 വോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ ഇവിടെ പറഞ്ഞിരുന്നത് LED ഓപ്ഷൻ A തന്നെ ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് ജെർമീനിയം. Option B uses a reverse bias junction. Option C, it emits light due to recombination of holes and electrons. Option D gives light output which increases with increase in temperature. ഇതിൽ ഏതാണ് വരിക? ഓപ്ഷൻ C ആണ് കറക്റ്റ്. LED emits light due to recombination of holes and electrons. ഓപ്ഷൻ C ആണ് ആൻസർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.